നെല്ലായ പഞ്ചായത്തിൽ വാർഡ് വിഭജനത്തിലും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിലും ചട്ടവിരുദ്ധ നടപടികൾ സ്വീകരിക്കുന്നെന്ന ആരോപണവുമായി യുഡിഎഫ് നേതാക്കൾ. സെക്രട്ടറി ഏകപക്ഷീയമായ നിലപാടാണ് സ്വീകരിക്കുന്നതെന്നും സിപിഎമ്മിനെ ഒത്താശ ചെയ്യുകയാണെന്നും നേതാക്കൾ ചെർപ്പളശ്ശേരിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. നിയമവിരുദ്ധ മാർഗത്തിലൂടെ നെല്ലായ ഗ്രാമപഞ്ചായത്തിൽ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു എന്ന ആരോപണവുമായാണ് യുഡിഎഫ് പഞ്ചായത്ത് കമ്മിറ്റി രംഗത്ത് വന്നത്. സെക്രട്ടറി നിയമവിരുദ്ധമായി സിപിഎമ്മിന്റെ ആജ്ഞാനുവർത്തിയായി പ്രവർത്തിക്കുന്നു. വിദേശത്ത് ജോലി ചെയ്യുന്നവരും താമസിക്കുന്നവരുമായവരെ സെക്രട്ടറിക്ക് മുന്നിൽ നേരിട്ട് ഹിയറിംഗിന് ഹാജരായി എന്ന വ്യാജേന വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. പരാതി നൽകിയാൽ പരിശോധിക്കാൻ പോലും സെക്രട്ടറി തയ്യാറാകുന്നില്ല. വർഷങ്ങളായി പഞ്ചായത്തിൽ താമസമില്ലാത്തവരും മറ്റു ജില്ലകളിൽ താമസിക്കുന്നവരുമായവരെ പോലും ഹിയറിംഗ് നടത്തി എന്ന രേഖയുണ്ടാക്കി വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. വാർഡ് വിഭജനം പോലും വിജ്ഞാപനത്തിൽ പറയുന്ന അതിരുകൾക്കും മാനദണ്ഡങ്ങൾക്കും വിരുദ്ധമായാണ് നടന്നിട്ടുള്ളതെന്നും യുഡിഎഫ് നേതാക്കൾ ആരോപിച്ചു. ഇന്നലെയും പോയി ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊന്നും കഴിഞ്ഞ ബൂത്തിൻ്റെ അടിസ്ഥാനത്തിലും ഡിവൈഡ് ചെയ്യുന്ന ചില വാർഡുകളിൽ അശാസ്ത്രീയമായി വാർഡ് വിഭജനം നടത്തിയ സമയത്ത് കിലോമീറ്ററുകളോളം ഒരു വോട്ടൽ രണ്ട് പ്രദേശങ്ങൾക്ക് രണ്ട് ബൂത്തിലേക്ക് വോട്ട് ചെയ്യാൻ പോകേണ്ടതുണ്ട്. അതൊക്കെ അതേപോലെ തന്നെ നിലനിർത്തുകയും നമുക്ക് വോട്ടർമാർക്ക് പ്രയാസം ഉണ്ടാകുന്ന രൂപത്തിൽ ചില വാർഡുകളിൽ രണ്ട് കേന്ദ്രങ്ങളിലും ചില വാർഡുകളിൽ രണ്ട് ബൂത്തുകൾ ഒരേ കേന്ദ്രങ്ങളിലാക്കിയപ്പോൾ നിലനിർത്തി ഇന്നലെ അത് തീരുമാനമായിട്ടുണ്ട്. ഞങ്ങൾക്ക് പറയാനുള്ളത് ഒരു സിപിഎമ്മിൻ്റെ ലോക്കൽ സെക്രട്ടറി ഏരിയ സെക്രട്ടറി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് അതേപോലെയാണ് പഞ്ചായത്തിൻ്റെ ഗ്രാമപഞ്ചായത്തിൻ്റെ നികുതി പണം കൈപ്പറ്റിക്കൊണ്ട് ശമ്പളം പറ്റുന്ന ഒരു പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയോട് വർക്ക് ചെയ്യുന്നത്. ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇത്തരമൊരു സെക്രട്ടറിയെ ഈ പഞ്ചായത്തിൽ നിന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ പരാതി കൊടുക്കുന്നുണ്ട്. അത്തരം ഒരു സെക്രട്ടറിയെ ഈ പഞ്ചായത്തിൽ നിന്ന് തന്നെ ഇലക്ഷൻ ചുമതലയിൽ നിന്ന് മാറ്റണം എന്നുള്ള ഒരു ഡിമാൻഡാണ് ഞങ്ങൾ വെക്കുന്നത്. അത് ഇത്തരം പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന മറ്റു രാഷ്ട്രീയ പാർട്ടികൾക്കൊന്നും തന്നെ അവർ ന്യായമായ അവകാശങ്ങൾ പോലും അവർക്ക് നേടിയെടുക്കാൻ കഴിയാത്ത രൂപത്തിലുള്ള വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകളാണ് നടത്തിയിട്ടുള്ളത്. അതിൽ ഏറ്റവും വലിയ ഗുരുതരമായ ക്രമക്കേടുകൾ പ്രവാസി വോട്ടർമാർക്ക് പട്ടികയിൽ പേര് ചേർക്കാനുള്ള അവസരങ്ങളുണ്ട്. എംബസി മുഖേന ഗവൺമെൻറ് മുഖേന ഒക്കെയുള്ള അവസരങ്ങളുണ്ട്. നെല്ലായ ഗ്രാമപഞ്ചായത്തിൽ ആകെ ചേർന്നിട്ടുള്ളത് 12-ാം വാർഡിൽ മേലേത്തലക്കൽ അബ്ദുസമദും 3-ാം വാർഡിൽ ഒരു സറഫുദ്ദീനും മാത്രമാണ് ചേർന്നിട്ടുള്ളത്. ബാക്കി ഒരുപാട് ആളുകൾ അത് അവരവിടുത്തെ രേഖാമൂലം കൃത്യമായി അവിടുന്ന് ചേർന്നതാണ്. ബാക്കി പല ആളുകളെയും വോട്ടർ പട്ടികയിൽ പേര് ചേർന്നതായി സെക്രട്ടറി അതിലേക്ക് അവർ ഗൾഫിൽ ജോലി ചെയ്യുമ്പോൾ അവരുടെ നാട്ടിൽ വരാതെ അവർ അപേക്ഷ കൊടുക്കാതെ സെക്രട്ടറി മുമ്പാകെ പങ്കെടുക്കാതെ പങ്കെടുക്കാതെ വോട്ടർ പട്ടികയിൽ കയറിക്കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരം സിപിഎമ്മിൻ്റെ ഒരു ലോക്കൽ സെക്രട്ടറി എടുക്കുന്ന പണിയാണ് നല്ല ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി എടുക്കുന്നത് എന്നാണ് ഞങ്ങൾക്ക് ആമുഖമായിട്ട് പറയാനുള്ളത്. ജനനം മുതൽ പഞ്ചായത്തിലെ വാർഡുകളിൽ സ്ഥിര താമസക്കാരായവരെ മരിച്ചവരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തി നീക്കം ചെയ്യുകയാണ്. രാഷ്ട്രീയ നിലപാടുകളോടെ നിയമവിരുദ്ധ പ്രവർത്തനം നടത്തുന്ന സെക്രട്ടറിയെ തിരഞ്ഞെടുപ്പ് ചുമതലയിൽ നിന്ന് നീക്കണം. സെക്രട്ടറിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നും യുഡിഎഫ് നേതാക്കൾ ആവശ്യപ്പെട്ടു. ഇവിടെ ഇപ്പോൾ ഗൗരവമായിട്ട് എടുക്കേണ്ട ഒരു വിഷയം, ഒരു പഞ്ചായത്ത് സെക്രട്ടറി പക്ഷപാതപരമായി തെരഞ്ഞെടുപ്പിൻ്റെ ചുമതല വഹിക്കേണ്ട തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥനാണ്. ആ ഉദ്യോഗസ്ഥൻ ആ നിലവിട്ട് സിപിഎമ്മിൻ്റെ ദാസ്യപ്പണി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിൽ യുഡിഎഫിനെ സംബന്ധിച്ച് നോക്കിയിരിക്കാൻ കഴിയില്ല. ജീവിച്ചിരിക്കുന്നവരെ മരിച്ചവരാക്കി മാറ്റുന്നു, വിദേശത്തുള്ളവരെ നിയമവിരുദ്ധമായി പട്ടികയിൽ ഉൾപ്പെടുത്തുന്നു. ഈ പഞ്ചായത്തിൽ 15 വർഷം ഉൾപ്പെടെ ആയി താമസമില്ലാത്ത ആളുകളെ ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് കൊടുത്തത്, ഇപ്പോൾ വീടുകളടക്കം വിറ്റുപോയി മറ്റു സ്ഥലത്ത് വീട് കയറ്റിയ ആളുകളുണ്ട്. അങ്ങനെ കൊടുത്ത ആളുകളെ പരാതിക്കാരെ ഈ ഹിയറിങ്ങിന് വിളിക്കാതെ ആ വോട്ടുകൾ നിലനിർത്തിപ്പോകുന്നു. ഇങ്ങനെ തികച്ചും പക്ഷപാതിത്വപരമായിട്ടുള്ള നിലപാടുകളുമായിട്ടാണ് ഇപ്പോൾ മറ്റൊന്നെന്താ ചെയ്തെന്ന് വെച്ചാൽ ആ പട്ടിക പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നൊരു കാര്യമാണ്. അതിപ്പോൾ മറ്റൊന്നെന്താ, വാർഡ് വിഭജനം കഴിഞ്ഞ് വോട്ടർ പട്ടിക വന്നു. വോട്ടർ പട്ടിക പരിശോധിച്ചപ്പോൾ സിപിഎമ്മിന് ചില വാർഡുകൾ തീർത്തും മത്സരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് എന്ന് ബോധ്യം വന്നു. മത്സരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ അത്രയും ദയനീയമാണ് ആ വാർഡിലെ അവസ്ഥ. അപ്പോൾ എന്താ ചെയ്യുന്നത്, തൊട്ടടുത്ത വാർഡുകളിൽ നിന്ന് സിപിഎമ്മിന് അനുകൂലമായ വോട്ടുകൾ പെറുക്കിയെടുക്കുക. അതൃപ്തിയൊന്നും പ്രശ്നമില്ല, വോട്ടുകൾ പെറുക്കിയെടുക്കുക. ആ വോട്ടുകളെ അവർക്ക് ജയിക്കാൻ പ്രയാസം അനുഭവപ്പെടുന്ന വാർഡിലേക്ക് മാറ്റിയിടുക. അതുപോലെ തന്നെ യുഡിഎഫിൻ്റെ വോട്ടുകളെ സിപിഎമ്മിന് മത്സരിച്ച് ജയിക്കാൻ പ്രയാസമുള്ള വാർഡുകളാണെന്ന് തോന്നിയാൽ ആ വാർഡിലെ വോട്ടുകളെ യുഡിഎഫിൻ്റെ വോട്ടുകളെ എടുത്ത് ഒരിക്കലും തങ്ങൾ ജയിക്കില്ല എന്ന് ഉറപ്പുള്ള യുഡിഎഫ് തന്നെ ജയിക്കുന്ന ഉറപ്പുള്ള വാർഡുകളിലേക്ക് മാറ്റിയിടുക. വാർഡ് വിഭജനത്തിൽ പോലും പരാതി ഉണ്ടായിട്ടും ആ പരാതി
UDF ആയിട്ടും വ്യക്തികളായിട്ടും പരാതി സമർപ്പിച്ചിട്ടും അതിനൊന്നും ഒരു പരിഹാരം കാണാതെ വോട്ടർ പട്ടികയിലേക്ക് വോട്ട് ചേർക്കുന്ന സമയത്ത് ഉദാഹരണമായി 7ഉം 8ഉം വാർഡിൻ്റെ എടുത്താൽ തന്നെ നമുക്കിത് മനസ്സിലാകുന്നതാണ്. 8ാം വാർഡിലെ 103ഓളം വോട്ടുകൾ, അതിർത്തിക്കുള്ളിൽ കിടക്കുന്ന വോട്ടുകൾ 7ാം വാർഡിലേക്ക് മാറ്റി 7ാം വാർഡിൽ നിന്ന് അവർക്ക് കിട്ടാവുന്ന CPMന് അനുകൂലമായ വോട്ടുകൾ 8ാം വാർഡിലേക്ക് മാറ്റിമറിച്ചുകൊണ്ടുള്ള വോട്ടർ പട്ടികയാണ് ഇപ്പോൾ ഇറക്കപ്പെട്ടിരിക്കുന്നത്. അതിലുപരി ജീവിക്കുന്ന ആളെ മരിച്ച ആളായി ഒഴിവാക്കിയിരിക്കുന്നു. ഒന്ന് മാത്രമൊന്നുമല്ല, നെല്ലായ പഞ്ചായത്തിലെ 22 വാർഡുകളിലും അത്തരം സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. അതൊക്കെ വ്യക്തമായ അതിൻ്റെ തെളിവുകൾ ഞങ്ങളുടെ കയ്യിൽ ഉണ്ട്. അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടിയാണ് ഇന്നലെ സെക്രട്ടറിയെ കണ്ടത്. സെക്രട്ടറി പറഞ്ഞത് എന്താ പറയുക, എനിക്ക് പരാതി കൊടുക്കേണ്ടെങ്കിൽ പരാതി കൊടുക്കണം, എനിക്കിതിന് കേൾക്കാൻ സമയമില്ല എന്ന് പറഞ്ഞ് എണീറ്റ് പോവുകയാണ് ഉണ്ടായത്. അപ്പോൾ ആ സെക്രട്ടറിയെ സംബന്ധിച്ചിടത്തോളം സെക്രട്ടറി ഒരു ഏകപക്ഷീയമായ നിലപാടാണ് ഇതുവരെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ സെക്രട്ടറിയെ വെച്ച് നമ്മൾ തെരഞ്ഞെടുപ്പിനെ നേരിടുകയാണെങ്കിൽ UDFനെ സംബന്ധിച്ച് അതൊരിക്കലും അനുവദിക്കുന്നതല്ല എന്ന് തീർത്ത് പറയാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഈ വിഷയം ഉന്നയിച്ച് UDF പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നെല്ലായ ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് 17-ന് ബുധനാഴ്ച പ്രതിഷേധ മാർച്ച് നടത്തുമെന്നും നേതാക്കൾ പറഞ്ഞു. അപ്പോൾ ഈ തരത്തിൽ ഉള്ളൊരു പ്രവർത്തനവുമായിട്ട് നെല്ലായ പഞ്ചായത്ത് സെക്രട്ടറി മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ ഇതുവരെ ഞങ്ങൾ കാണിച്ച ആ ഒരു സംയമനം ഇനി തുടർന്നു പോകാൻ സാധ്യമല്ല എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനെതിരായി ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട്, നെല്ലായ പഞ്ചായത്തിലെ വോട്ടർമാരെ അണിനിരത്തിക്കൊണ്ട് പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം കൊടുക്കാനാണ് UDF തീരുമാനിച്ചിട്ടുള്ളത്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ വരുന്ന ബുധനാഴ്ച 17 അല്ലേ, ബുധനാഴ്ച നെല്ലായ ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് ഇത് സംബന്ധിച്ച ഈ പഞ്ചായത്ത് സെക്രട്ടറിയുടെ ഈ നിലപാട് തിരുത്തണമെന്നും അതുപോലെ തന്നെ ബന്ധപ്പെട്ട അധികൃതരോട് അദ്ദേഹത്തെ തെരഞ്ഞെടുപ്പിൻ്റെ ചുമതലയിൽ നിന്ന് മാറ്റി നിർത്തി നീതിപൂർവവും സുതാര്യവും ജനാധിപത്യപരവുമായ ഒരു തെരഞ്ഞെടുപ്പ് നെല്ലായ പഞ്ചായത്തിൽ നടക്കാനുള്ള അവസരം ഒരുക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു പ്രതിഷേധ മാർച്ച് തീരുമാനിച്ചിട്ടുണ്ട്. UDF പഞ്ചായത്ത് കമ്മിറ്റി ചെയർമാൻ മേലാടയിൽ വാപ്പുട്ടി, കൺവീനർ മൂസ പേങ്ങാട്ടിരി, കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് N ജനാർദ്ദനൻ, ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ഹംസത്ത് മടാല, സെക്രട്ടറി KP മുഹമ്മദ്, മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് KMK ബാബു എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ശരിയായ വില, ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയോടെ കവിത റൈറ്റ് പ്രൈസ് പ്രോമിസ്. എല്ലാ കസ്റ്റമേഴ്സിനും എല്ലാ പർച്ചേസിലും എല്ലാ ഷോറൂമുകളിലും കവിത ഗോൾഡൻ ഡയമണ്ട്സ്.